Hello everyone, welcome back to our channel Shuttu and Mama. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗ് ആട്ടോ. ഇപ്പോൾ ഇവിടെ സമയം ഒരു 3 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഷുട്ടുവിന് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. അതെന്താണ് പരിപാടി എന്നൊക്കെയുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നാളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ മെയിനായിട്ട് നമ്മൾ വെറുതെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവാണ്. കണ്ടു കഴിച്ചു വലിയ പിമ്പിൾ വന്നിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഷുട്ടു എഴുന്നേറ്റിട്ടില്ല. ആൾ ഭയങ്കര ഉറക്കമാണ്. ഉച്ചക്കത്തെ അവളുടെ ഉറക്കം കുറച്ച് ലേറ്റായി ഇന്ന്. അപ്പം ഞാൻ അവൾ എഴുന്നേൽക്കുമ്പോഴേക്കും എന്തായാലും പോയിട്ടൊന്ന് റെഡിയായി സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇതാ ഞാൻ റെഡിയായി. ഇതായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഔട്ട്ഫിറ്റ്. ഇതൊരു കോഡ് സെറ്റാണ്, പുതിയൊന്നുമല്ല, മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ റെഡിയായി. അപ്പം ഞങ്ങളിതാ പെട്ടെന്ന് ക്വിക്കായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വഴി കാണാം. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും വണ്ടി കയറി. ഞാനും അമ്മയും ഹസ്ബൻഡും മോളും കൂടിയാണ് പോകുന്നത്. ഇത് ശരിക്കും ഇല്ലേ ഒരു ഫ്ലോപ്പ് ട്രിപ്പാട്ടോ. ഞങ്ങൾ വേറൊരു സ്ഥലം ലക്ഷ്യം വെച്ചാണ് പോയത്. പക്ഷേ അതൊന്നും നടന്നില്ല. അവിടെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം റോഡ് എല്ലാം മൊത്തത്തിൽ ഇളക്കി മറിച്ച് കിടക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ചാലും കുറേ എന്താ പറയുക പട്ടർ മൂക്ക് ചുറ്റുന്ന പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചുറ്റി പോകാൻ പറ്റൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന വടകര ഒരു സ്റ്റുഡിയോയിലാണ്. ഷൂട്ടുവിന് പാസ്പോർട്ടിനുള്ള അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യം പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ചു. ഒന്നും കൂടി നേരെ ചിരിക്കണ്ട. ഇതേത് അങ്കിളുടെ ഈ ക്യാമറയിൽ നോക്കിയ പൊന്നു. ഈ അങ്കിളുടെ ക്യാമറയിൽ നോക്കി, ഇതിൽ നോക്കിക്കേ. നോക്കിയേ, റെഡി. അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ട് അവൾ ഇരുന്ന് സഹകരിച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടി. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ എടുക്കണം, പേപ്പേഴ്സിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അതൊക്കെ ഇന്ന് തന്നെ എടുത്തു വെച്ചാൽ പിന്നെ നമുക്ക് അവളും കൊണ്ട് പോകല്ലേ വേണ്ടു. രാവിലെയൊക്കെ അവളും കൊണ്ട് പോയി എല്ലാം റെഡിയാക്കി എടുക്കുക എന്ന് പറയുന്ന വലിയ ടാസ്ക്കാണ്. അപ്പോൾ 11 മണിക്കാണ് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അതിന് മുന്നേ തലേദിവസം തന്നെ എടുത്തു വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കളിച്ച് അവൾ ലാസ്റ്റ് ഇത് അച്ചമ്മയുടെ പൊട്ടെടുത്ത് അങ്ങനെ നമ്മൾ പോകണമെന്ന് വിചാരിച്ച സ്ഥലത്ത് എത്തി കേട്ടോ. ഒരു സൈഡ് ഫുള്ള് പുഴയായിരുന്നു. നല്ല അടിപൊളി സ്പോട്ടാണ് സംഭവം. പക്ഷെ അവിടെ നല്ല ചായക്കട ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. പക്ഷെ അവിടെ ചായക്കട പോയിട്ട് ഒരു ചെറിയ കട പോലും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ ശരിക്കും സ്പോട്ട് ഞാൻ ഇപ്പം എന്താ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു. പയ്യനാടോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ സ്പോട്ടൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുറേ കാറ് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഇങ്ങനെ കറങ്ങി. ചുട്ടൂന് പിന്നെ വെള്ളം എന്ന് വെച്ചാൽ പ്രാന്താണല്ലോ. അപ്പോൾ അവൾ പുഴ എന്ന് പറഞ്ഞിങ്ങനെ ഭയങ്കര ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ഫ്ലോപ്പ് അടിച്ച് വിഷമായി. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ വേറെ സ്ഥലം ഡെസ്റ്റിനേഷനിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചായക്കട കണ്ടു. അവിടെ കുറേ കടികളും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് നേരെ മുത്തപ്പൻ മലയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. മുത്തപ്പൻ മല ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്താട്ടോ. ഭയങ്കര ഒരു മലയൊക്കെ പോലെ കുന്നിൻ്റെ മുകളിലുള്ള ഒരു മുത്തപ്പ ക്ഷേത്രമൊക്കെ ഉണ്ട് അവിടെ നല്ല സൺസെറ്റിൻ്റെ സമയമായിരിക്കും ഇപ്പോൾ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയും കടിയൊക്കെ കഴിച്ച് നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. കണ്ടില്ലേ, ഒരു ഭയങ്കര കുന്നിൻ്റെ മുകളിലാണ് സംഭവം. നമ്മൾ പോകുന്ന വഴിക്കുണ്ടല്ലോ ഫുള്ള് ചർച്ച എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഉരുള് പൊട്ടുമോ എന്നുള്ളതായിരുന്നു നമ്മൾ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ചർച്ച. ഈ കുന്നിൻ്റെയൊക്കെ താഴെയായിട്ടാണ് നമ്മുടെ വീട് വരുന്നത്. അപ്പോൾ
നമ്മൾ അങ്ങോട്ടേക്ക് ഉരുൾപൊട്ടു എങ്ങനെയാണ് ഇത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇത് അവിടെ എത്താനായി. സൺസെറ്റിൻ്റെ സമയമായതുകൊണ്ട് അത്യാവശ്യം നമുക്ക് വെയിലൊക്കെ കുറവായിരുന്നു. അങ്ങനെ ഭയങ്കര വെയിൽ എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. 5 മണിയോ എന്തോ ആയി നമ്മളവിടെ എത്തുമ്പോഴേക്കും. അതുകൊണ്ട് അങ്ങനെ ഭയങ്കര വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ നമ്മൾ സ്ഥലത്തെത്തി. ഇവിടെ ഞാൻ ഫസ്റ്റ് വരുമ്പോൾ ഇത് മൊത്തം കുന്നാട്ടോ, ഫുള്ള്. അങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം ഇവരിത് ഭയങ്കര ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ട് മോഡിഫൈ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു സൺസെറ്റൊക്കെ കാണാനും. ഇങ്ങനത്തെ നല്ല വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ. അങ്ങ് താഴെ ഒരു റെഡ് കളർ കണ്ടോ നിങ്ങൾ? അത് കടലാ. അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ ഇതിന് മുന്നേ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനത് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഷുട്ടുവിൻ്റെ കാര്യം പിന്നെ അവൾക്ക് നടക്കാനുള്ള സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെ ആയിരിക്കും. നമ്മളങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു. നല്ല രസമല്ലേ സൺസെറ്റ് കാണാൻ? ഇതാ കണ്ടില്ലേ, ഒരേ ഓട്ടച്ചാട്ട ബഹളാണ് ആള്. ലാസ്റ്റ് ഞാനിതാ ഞങ്ങൾ വീട്ടിലെത്തി. വേറെ ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയോ കാര്യമൊന്നുമില്ല. ജസ്റ്റ് അമ്മയ്ക്ക് വെള്ളം നനക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വന്നതാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അമ്മ ചെടിയൊക്കെ വെള്ളം നനച്ച് നമ്മൾ അപ്പം തന്നെ ഇറങ്ങി. കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഷുട്ട്. പിന്നെ അവിടെ നിന്ന് ഓടിക്കളിയായിരുന്നു. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ നനച്ച് പിന്നെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. ഇപ്പം ഞങ്ങൾ അഴിയൂർ വന്ന് നിൽക്കുകയാണ്. അമ്മയുടെ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ഭയങ്കര വിശപ്പ്, എന്തെങ്കിലും കഴിക്കാനും കൂടെ വാങ്ങി. ഇനിയിപ്പം വീട്ടിൽ പോയിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും വയ്യ. സോ അതും കൂടെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു. ഞാൻ ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോയ കാര്യമൊന്നും നടന്നില്ല. ഫ്ലോപ്പ് അറ്റംപ്റ്റ് ആയിരുന്നു ഞങ്ങള്. അപ്പം എന്തായാലും നാളെ നമുക്ക് എന്തായാലും ഒന്നും കൂടെ പോകണം. ഷുട്ടുവിന്റെ പാസ്പോർട്ട് എടുക്കുന്ന ദിവസമാണ് നാളെ. അപ്പൊ ഞാൻ അതും കൂടെ ചേർത്ത്. അപ്പൊ നമ്മളിപ്പോ എന്തായാലും ഫുഡ് മേടിച്ചിട്ട് വീട്ടിൽ പോവും അല്ലേ ഷുട്ടു? പറ, നമ്മളിന് ഫുഡ് വാങ്ങി വീട്ടിൽ പോവും. അച്ഛമ്മ മരുന്നെല്ലാം കിട്ടിയാ? നമ്മള് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി മാഹിയിലാ വന്നിട്ടുണ്ടായിരുന്നത്. മാഹിയില് പുതിയൊരു ഫുഡ് സ്പോട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിസ്സ, ബർഗർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇവിടെ ഭയങ്കര കണ്ടു. തോന്നിയുണ്ടോ? തോന്നിയുണ്ടോ? അപ്പത്തെ തോന്നിയുണ്ട്. മൂന്നെവിടെ? മൂന്ന് അതാ അവിടെയുള്ളേ. ഹലോ ഗായ്സ്, അപ്പോ ഇത് ഇന്നലത്തെ വീഡിയോന്റെ ഒരു കണ്ടിന്യൂഷൻ ആട്ടോ. ഷുട്ട് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് അവളുടെ പാസ്പോർട്ട് എടുക്കാനുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ പോവാൻ റെഡി ആയി നിൽക്കുകയാണ്. അപ്പൊ കുറച്ച് ലേറ്റ് ആയി. അപ്പൊ എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഓക്കെ, ബൈ. ഷുട്ടു പാസ്പോർട്ട് എടുക്കായ പനി കേട്ടോ.
ഇതാ നമ്മൾ പാസ്പോർട്ട് ഓഫീസിൻ്റെ അടുത്ത് എത്തി. നമ്മൾ വിചാരിച്ചതിലും നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ. നോക്കാം, ഏതെങ്കിലും വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ വയ്ക്കാം. നമുക്ക് 11 അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. പക്ഷെ വണ്ടി വെക്കാൻ ഒരു സ്ഥലമില്ല. നമ്മൾ വണ്ടി വെക്കാൻ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണം. അതിന്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോന്നൊന്നും അറിയില്ല അല്ലെ. അതിന്റെ ഉള്ളിൽ എന്തായാലും അല്ലാവോ ആയിരിക്കില്ല. വീഡിയോ എടുക്കാൻ പറ്റുന്ന പോലെ എടുക്കാൻ നോക്കാം, അത്ര പറയാൻ പറ്റും. ഇപ്പൊ നമ്മളെ പാർക്കിംഗ് ആണ് ഏറ്റവും വലിയ വിഷയം. നമുക്ക് ഏടി വണ്ടി വെക്കാൻ സ്ഥലം കിട്ടിയിട്ടില്ല. 11 മണിക്കാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് അല്ല ചുട്ടോ. അമ്പോ ഒരാള് പാല് ഓ അത്ര താഴെയോ? നമ്മള് പാസ്പോർട്ടിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ കാർ കയറി. ഇനിയിപ്പോ ചായ കുടിക്കാം. നമുക്ക് ചായ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകും. ചുട്ടും അവിടെ 1 മിനിറ്റ് അടങ്ങി നിന്നിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് ബഹളായിരുന്നു, ഭയങ്കര അലമ്പായിരുന്നു. കണ്ടോ, ഇപ്പോഴും അലമ്പാണ്. ഇല്ല അങ്ങനെ പാസ്പോർട്ട് ഓഫീസിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചതിൽ നല്ല ലേറ്റ് ആയിരുന്നു. നല്ല റഷ് ഉണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വിശന്ന് പണ്ടാറടങ്ങി നമ്മളങ്ങനെ വടകര MRIയിൽ കയറി ഒരു ചായയും സ്നാക്സും കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ അവിടുന്ന് വാങ്ങി നോക്കിയതാണ്. നല്ല എന്താ പറയുക, ചെറിയ സ്മോൾ പിസ്സ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അജ്വാൻ ഡേറ്റ്സിൽ പോയി നട്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഷുട്ടൂന് വേണ്ടി. എല്ലാം തീർന്നിരിക്കുകയായിരുന്നു. അപ്പം അതും വാങ്ങി. പിന്നെ പരിപാടിയൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വണ്ടി കയറി നേരെ ഇനി വീട്ടിലൊക്കെയാണ്. ഭയങ്കര ചൂടായിരുന്നു, ഭയങ്കര ചൂട് വെച്ച് ഒരു രക്ഷയില്ല. അങ്ങനെ അവൾ പാലിന് വേണ്ടി ബഹളം ഉണ്ടാക്കി, പാല് കുടിച്ച് അവൾ വീട്ടിലെത്തുമ്പോഴേക്ക് തന്നെ ചുട്ടു ഉറങ്ങി. പിന്നെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു, ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭയങ്കര ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും ഇതുപോലെ തന്നെ പിന്നെയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. എന്തായാലും അടിപൊളി അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.